ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. ആ ഡേ എന്നിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും താഴെ മകളും ഹസ്ബൻഡും ഒരു മാസത്തില് വെക്കേഷൻ ആയിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ നമ്മള് അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി എയർപോർട്ടിൽ പോലെ ടെർമിനൽ 1 ഇതിനു മുന്നേ നമ്മള് എയർപോർട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ മൂത്ത മോളും മരുമകനും നാട്ടിൽ നിന്ന് വരുന്നതിന്റെ അറിഞ്ഞിട്ടുണ്ടാണ്. ഞങ്ങൾക്ക് 3 പെൺകുട്ടികളാണ്. 3 കല്യാണം കഴിഞ്ഞു. അതിന് മൂത്ത മകള് ഇവിടെ ദുബായിലുണ്ടായിരുന്നു 2 വർഷം. ഇപ്പൊ നാട്ടിൽ അവർ സെറ്റിലായി. മകള് ഹസ്ബൻഡ് സെറ്റിലായി. രണ്ടാമത്തെ മകളും ഹസ്ബൻഡ് UK-ലാണ്. ഇത് 3ാമത്തെ മകളും ഹസ്ബൻഡാണ് ഇപ്പൊ പറയണത്. അപ്പൊ അവരെ കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ ടെർമിനൽ 1 പോണത്. അപ്പൊ നമുക്ക് പോണ അവിടുത്തെ വിശേഷങ്ങള് ഓക്കെ. ഞങ്ങൾ അങ്ങനെ എയർപോർട്ടിൽ ടെർമിനൽ 1 ഇപ്പൊ അവരെ ഫ്ലൈറ്റ് ലാൻഡ് ആയോന്ന് നമുക്ക് അറിയില്ല. 2 മണിയാണ് അവരുടെ ടൈം പറഞ്ഞിട്ടുള്ളത്. ലാൻഡ് ആയിട്ടില്ല. ഇതുവരെ അവരുടെ കോളൊന്നും വന്നിട്ടില്ല. അപ്പൊ നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യാൻ ഉള്ളിലേക്ക് പോകുള്ളൂ. വണ്ടി പാർക്ക് ചെയ്തു. അപ്പോൾ ഉള്ളിൽ എന്തെങ്കിലും 1/2 മണിക്കൂറോളം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടുത്തെ ശേഷം പറയാം. നേരെ ഇത് എയർപോർട്ട് പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ. എല്ലാവർക്കും അറിയാവുന്ന ജസ്റ്റ് നമ്മളിവിടെ വന്നപ്പോൾ ഒന്നാലും എടുക്കുള്ളൂ മാത്രം. ഇവിടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇവിടെ പാർക്കിങ്ങിൻ്റെ സമയത്ത് നമ്മൾ പാർക്കിംഗ് സ്ലിപ്പ് എടുക്കണം. അത് പിന്നെ പോണ സമയത്ത് നമ്മൾ പേ ചെയ്യണം. ഇവിടെ ഒരു പേ ചെയ്യുന്ന ഒരു ട്രെല്ലറുണ്ട്, അതിൽ പോയി പേ ചെയ്യണം. നല്ല ക്ലൈറ്റ്. ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഉള്ളിലെത്തി. ഇവിടെ വെയിറ്റിംഗ് ഏരിയയിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റ് ഇപ്പോൾ ജസ്റ്റ് അറൈവലായിട്ടു. 2:05 അറൈവലായിട്ടുണ്ട്. ഇപ്പോൾ ഒരു മറ്റേ ഇമിഗ്രേഷൻ സെക്ഷനിലായിരിക്കും. ഇതൊക്കെ നമ്മൾ വിളിച്ചിട്ടില്ല, സ്റ്റാറ്റസിൽ കാണിച്ചിട്ടുണ്ട് 2:05. അപ്പോൾ അവർ വേണ്ടി കട്ട വെയിറ്റിങ്ങിലാണ്. ബാക്കി വിശേഷങ്ങൾ നേരത്തെ പറഞ്ഞാൽ അവർ വന്ന ശേഷം പറയാം. അങ്ങനെ മകളും ഹസ്ബൻഡ് ഇത് എത്തിയിട്ടാ ദൈവം തൊണ്ടിക്കണം. ഇങ്ങോട്ട് വാ ഒരു ഹായ് പറയും. ഇങ്ങോട്ട് വാ ഒരു ഹായ് പറഞ്ഞേ. യാത്രയൊക്കെ സുഖമില്ലായിരുന്നു. അങ്ങനെ ഇവര് ലാൻഡായി, ലഗേജൊക്കെ എടുത്ത് വന്നു. ഇത് ഇപ്പൊ ഞങ്ങൾ കാറിൽ കയറാൻ പോവാണ്. ഓക്കെ. വൈൻഡപ്പിന്റെ സമയമായിട്ടില്ല. വൈൻഡപ്പ് കുറച്ചുകൂടി ചെയ്യുള്ളൂ. അങ്ങനെ പെട്ടി പൊട്ടിക്കൽ ചടങ്ങ് തുടങ്ങിയിട്ടാ. ഇത് മോളാണ് ചെയ്യണത്. അതായത് വാവാന്ന് ഞങ്ങൾ വിളിക്കാറ്. അവരെ ഹസ്ബൻഡ് ഇത് തൊട്ടടുത്ത് നിൽക്കണ്. ഞങ്ങൾ നേരത്തെ കാണിച്ചു തന്നു, കാണിച്ചു മാത്രം. വാവയുടെ പേര് റോസന എന്നാണ്. ഞങ്ങൾ വാവാന്ന് വിളിക്കുക. ഞങ്ങളുടെ പ്രേക്ഷകർ കാണണമെങ്കിൽ ക്ഷമിക്കണട്ടാ, സോറി ട്ടാ. ഞങ്ങളുടെ ഡയലോഗ് കേൾക്കുമ്പോൾ അതിന് തോന്നുന്നുണ്ടെങ്കിൽ. വാവ ഭയങ്കര കഷ്ടപ്പാടാണ് പൊട്ടി എന്തോ കാര്യമൊക്കെ ഉണ്ടെന്നാണ് പറയണത്. നോക്കാം. പുസ്തകമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പഠിക്കുമെന്ന് ദൈവത്തിന് അറിയാമോ. ആള് BSc നഴ്സിംഗ് ആണ് കേട്ടാ. കഴിഞ്ഞിട്ടില്ല. മറ്റേ സ്റ്റഡി കഴിഞ്ഞിട്ട് എക്സാം കഴിഞ്ഞിട്ടില്ല. എക്സാം അപ്പൊ പെട്ടിപ്പൊട്ടിക്കൽ ചടങ്ങ് കഴിഞ്ഞിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. നാട്ടിൽ നിന്ന് കുറഞ്ഞ ഐറ്റംസുകൾ ഇങ്ങനെ ഓരോന്നോരോ നോക്കാള്. ഇവിടെ കിട്ടാത്ത കാരണേ നാട്ടിൽ നിന്ന് മഞ്ച് കൊണ്ടുവരാ പറഞ്ഞിട്ട് മഞ്ച് കൊണ്ടുവന്നതാ. കാരണം ആള് ചെറിയ കുട്ടികളെ. ഞങ്ങള് നല്ല ഹാപ്പി ആയിട്ടാ എല്ലാവരും വന്നപ്പോ. ഞങ്ങള് നല്ല ഹാപ്പിയാണ്. കാരണം മകളും ഹസ്ബൻഡും കൂടെ എത്തിയപ്പോ ഞങ്ങൾ നല്ല ഹാപ്പിയിലാണ്. ജീവിതം ആസ്വദിക്കുക, അത്ര ഉള്ളോ. ലൈഫ് ഈസ് ഷോർട്ട്, എൻജോയ്. ഒരു കാര്യമായിട്ട് സർപ്രൈസ് സാധനമാണ്. നമ്മൾ ഇതുപോലത്തെ വീഡിയോ ഒന്നും ഇടാറില്ല. പക്ഷെ നമുക്കൊരു നല്ലൊരു ഹാപ്പി ആയതുകൊണ്ടാണ് ഇതുപോലത്തെ വീഡിയോ ഒക്കെ ഇടുന്നത്.
അരിപ്പൊടി ആ വീട്ടിലുണ്ടാക്കിയതാട്ടാ മാമ പ്രത്യേകിച്ച് പറഞ്ഞ വീട്ടിലത്തെ ഓക്കെ. എന്തായാലും അരിമില് തുടങ്ങാം. ഏകദേശം കഴിയാറായില്ലേ? ബീഫ് എന്ന് പറഞ്ഞത് ഇത് കഴിഞ്ഞ വൈൻഡപ്പ് ചെയ്യാം. ആ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ടല്ലോ നമ്മള്. അത് കട്ട് ചെയ്താ മതി. ഹായ്, ഞങ്ങളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളെ വീഡിയോ ഇവിടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പൊ എയർപോർട്ടിൽ നിന്ന് രണ്ടുപേരും വന്നു, ഞങ്ങൾ ഒരുമിച്ച് ജസ്റ്റ് ഇപ്പോൾ എത്തിയിട്ടുള്ളൂ. അപ്പൊ ബൈ ബൈ.